ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ബീഫ് നന്നായി അരിഞ്ഞ് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കുക്കർ ഗ്യാസ് സ്റ്റവിലേക്ക് വെക്കാം. ഇനി കുക്കർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഈ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കറിൽ ഒഴിച്ച് വെച്ച എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് വേവാനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പം നമ്മൾ കാശ്മീരി മുളകും സാദാ മുളകും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇനി നമ്മൾ ഈ ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ബീഫൊക്കെ ആണെങ്കിൽ ഒത്തിരി വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. പക്ഷെ ഇവിടുത്തെ ബീഫിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, അത്രയും മതിയാവും. ഇനി അവസാനമായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ നാട്ടിലെ ബീഫൊക്കെ ആണെങ്കിൽ നമ്മളൊരു 5-6 വിസിലടിക്കണം, അധികം വെള്ളം ഒഴിക്കുകയും ചെയ്യല്. പക്ഷെ ഇവിടുത്തെ ആണെങ്കിൽ നമുക്ക് 1-2 വിസിൽ മതിയാവും. അപ്പം നമുക്കിത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കൂട്ട് തയ്യാറാക്കി വെക്കാനുണ്ട്. അപ്പം നമുക്കതൊന്ന് തയ്യാറാക്കാം. അപ്പം ആദ്യം തന്നെ അതിനായിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം അടുത്തായിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ആഡ് ചെയ്യാം, പക്ഷെ കറിക്ക് ടേസ്റ്റ് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. നന്നായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്, ഇത്രയും മതിയാവും. അടുത്തായിട്ട് നമ്മൾ ഗ്യാസിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ്. ഇനി അതിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ആ തേങ്ങാക്കൊത്തൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ആവശ്യത്തിന് ഒന്ന് മൂത്തിട്ടുണ്ട്, അത് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ കൂട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ പേസ്റ്റ് ചേർക്കാതെ ചതച്ചിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്, അത് കറിക്ക് നല്ല ടേസ്റ്റ് വരും. അപ്പം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ ചതച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 10 ഉള്ളിയോളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളി ഓപ്ഷണലാണ്, പക്ഷെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അത് കറിക്ക് ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സബോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാവുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അവസാനവും കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ആ സബോള വഴറ്റുന്ന ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് ഇവിടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പം നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ ചേർത്തുള്ളതാണ് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഇറച്ചി മസാലയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയിൽ എല്ലാം വരുന്നതുകൊണ്ട് അത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അവസാനമായിട്ട് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുന്നേ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പം നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. നേരത്തെ പൊടിയൊക്കെ മിക്സ് ചെയ്തപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിരുന്ന തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ കറി ഇനി മൂടി വെക്കുമ്പം ഈ ഗരം മസാലയൊക്കെ കിടന്ന് നല്ലൊരു ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അവസാനം ഒരു ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാല ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറിവേപ്പില ഒരു തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചക്കറിവേപ്പില അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. നമ്മളിത് മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇനി അവസാനമായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ബീഫ് കറി. എനിക്ക് ഈ ബീഫ് റെസിപ്പി വളരെ ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.